ഹായ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ വഴി ഒരു വീഡിയോ കണ്ടു. ഒരു ഉത്സവത്തിനാണെന്ന് തോന്നുന്നു. ഒരു 18 വയസ്സ് പ്രായമുള്ളൊരു പയ്യനെ തലക്കടിച്ച് കുറേ പേര് ചേർന്ന് മരണപ്പെട്ടു. ആ പയ്യൻ 2 ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷം. പയ്യന്മാർ തമ്മിലുള്ള അടിയോ തർക്കമോ ഒന്നുമല്ല. ആ അടിച്ചു കൊന്നവരുടെ പ്രായം നമ്മൾ ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം പ്രായമുള്ള സ്വന്തം മക്കളുടെ പ്രായം എന്താണെന്ന് ബോധമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 18 വയസ്സായ കൊച്ചിനെ ഇങ്ങനെ തലക്കടിച്ചു കൊല്ലില്ല, എന്തിന്റെ പേരിലായാലും. ആ കൊച്ചിന്റെ ബോഡി വീട്ടിൽ കൊണ്ടുവച്ച സമയത്ത് അതിന്റെ തലയിൽ കൂടെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ അമ്മയുടെ കരച്ചില്. ഓരോ മക്കളെയും അമ്മമാരെ വളർത്തുന്നത് അത്രയും സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും. ചിലപ്പോൾ പല മക്കൾക്ക് അച്ഛനമ്മയും വേണ്ടാന്നായിരിക്കും, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവും. അത് എന്ത് തന്നെ ആയാലും അച്ഛനും അമ്മയ്ക്കും അവരെവിടെയെങ്കിലും സുഖമായിട്ടിരിക്കുന്നു എന്നൊരു ഉറപ്പുണ്ടായിരുന്നാൽ മതി. മറ്റൊന്നും ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ട. സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടാവും, മക്കള് തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ അന്വേഷിക്കുന്നില്ല. പക്ഷെ സ്വന്തം മോന്റെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹം, അതും സാധാരണ അല്ലാത്ത രീതിയിലൊരു മരണം ഒരു രക്ഷകർത്താക്കൾക്കും സഹിക്കാൻ പറ്റുന്നത് അല്ല. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഇവിടുത്തെ നിയമം അത് മാറാത്തത് കൊണ്ട് തന്നെയാണ്. എന്ത് ചെയ്താലും കുറെ നാള് കേസ് പറഞ്ഞ് കൂടിപ്പോയാൽ 14 ദിവസത്തെ റിമാൻഡ്. അത് കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചിറങ്ങാമെന്നുള്ളൊരു ഉറപ്പ്. ഒന്നും വേണ്ട, ഒരു വിചാരണയും വേണ്ട, ഒരു കോടതിയുടെ തീരുമാനം പോലും വേണ്ടാതെ തീരുമാനം എടുക്കാൻ പറ്റേണ്ട ഒരു നിയമം കൊണ്ടുവരണം. വീഡിയോ തെളിവുണ്ട്. ആരാണ് ആ കുട്ടി അടിച്ചതെന്നും ആരുടെ അടിയിലാണ് ആ കുട്ടി മരിച്ചതെന്നും ഉള്ളതിന് വ്യക്തമായ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, കണ്ണാലെ കണ്ടവരുടെ ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയമം? അതൊന്നും ഇല്ലാത്ത കേസുകൾക്ക് നിയമം ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ കുറെ നാൾ കൊണ്ടുപോട്ടെ, നിയമം നടപ്പിലാക്കാൻ. ഇതുപോലെ തെളിവ് കൺമുന്നേ ഉണ്ടായിരുന്നിട്ട് ഓരോ ദിവസമായിട്ട് കോടതി മാറ്റിവെച്ച് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നൊരു കാര്യം അത്രയ്ക്ക് മനസ്സിൽ സങ്കടം തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് നാട്ടുകാർ കൂടി നിന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത്. ഒറ്റപ്പെട്ട ഒരു സ്ഥലമല്ല, ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഓരോ അമ്മമാരും ശ്രദ്ധിക്കുക. ഇനി എന്ത് പറഞ്ഞാലും വീട്ടിലുള്ളവരെ മോശമായിട്ട് പറയുന്നത് കേട്ടാൽ പോലും സ്വന്തം മക്കളോട്, പ്രത്യേകിച്ച് ആൺകുട്ടികളോട് പറയണം, മക്കളെ അത് ചെയ്യരുത്, അവരുടെ അടുത്ത് ഒന്നും പറയണ്ട, അവരങ്ങനെ പറഞ്ഞോട്ടെ, സമൂഹം അങ്ങനെയാണ്, നമ്മളത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ വളർത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. കാര്യം ജീവനും അത്രയും നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഓരോ നിമിഷവും.